പ്രിയദർശിനി ബസ് പദ്ധതി ഹൈറേഞ്ചിലെ സ്വകാര്യ ബസ് മേഖലയെ തകർത്തുവന്ന ബസ് ഉടമകൾ സർക്കാർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ മേഖല തന്നെ ഇല്ലാതാകും. ഇപ്പോൾ തന്നെ ബസ് ഉടമകൾ വലിയ കടക്കണിയിലായി കഴിഞ്ഞു. സർക്കാർ പ്രശ്നത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്നും ബസ് ഉടമകൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സർക്കാർ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയ UDF ഇലക്ഷൻ വാഗ്ദാനമായി നടപ്പിലാക്കിയ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പൊതുഗതാഗത മേഖലയിൽ KSRTCക്ക് ഒപ്പമോ അതിൽ കൂടുതലോ സേവനമനുഷ്ഠിക്കുന്ന പ്രൈവറ്റ് ബസ് വ്യവസായത്തെ മുന്നോട്ടു പോകാൻ കഴിയില്ലാത്ത രീതിയിൽ വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. ക്രമാതീതമായി ഡീസൽ വില വർധനവും ഫെയർ ബസ്സിലുള്ള അമിതമായ വില വർധനവും മൂലം ഓപ്പറേറ്റിംഗ് ചെലവിൽ വലിയ വർധനവിനൊപ്പം പ്രിയദർശിനി പദ്ധതി മൂലം കളക്ഷനിൽ വന്ന കുറവും ഈ മേഖലയിൽ മുന്നോട്ടു പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഈ മേഖലയെ സഹായിക്കാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ മേഖലയിൽ വൻ മുതൽ മുടക്കി നടത്തി ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഉടമകളും തൊഴിലാളികളും വൻ പ്രതിസന്ധിയിലാകും. അതിനാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഇടപെടൽ ഉണ്ടാക്കണമെന്ന് ബസ് ഓപ്പറേറ്റീവ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ ഏതാണ്ട് 10 രൂപയോളം 9 രൂപയോളം വർദ്ധിച്ചു. അതുപോലെ വണ്ടിയുടെ സ്പെയർ പാർട്സ്, അതുപോലെ ബാക്കി ഷെയർ, അതിന്റെ എല്ലാം വില ഭയങ്കരമായിട്ട് കൂടി. ഓപ്പറേറ്റിംഗ് ചെലവും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അതനുസരിച്ചുള്ള വരുമാനം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രിയദർശിനി പദ്ധതി മൂലം ഉണ്ടായ കളക്ഷനിൽ നിന്ന് വലിയ കുറവ്. മിക്ക വണ്ടികൾക്കും ഏതാണ്ട് ഒരു 500 രൂപ തൊട്ട് 3000 രൂപ വരെ കുറവുള്ള വണ്ടികൾ ധാരാളമുണ്ട്. പല വണ്ടികളും റോഡിൽ ഇറക്കി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഉടമസ്ഥൻ വൈകുന്നേരം വേറെ ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുത്താൽ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ജീവനക്കാരുടെ സഹകരണവും പിന്നെ എങ്ങനെയെങ്കിലും ഇത് ഓടിച്ചുകൊണ്ട് നാളെ ഗവൺമെന്റ് ഇതിന് പരിഹാരം ഉണ്ടാക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, എല്ലാവരും വലിയ മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബാങ്ക് പലിശയും അതുപോലെ പലിശയ്ക്കും ഒക്കെ എടുത്ത് ഫൈനാൻസും ഒക്കെയുള്ള വണ്ടികളാണ്. ഓരോ മാസവും പഴയ രീതിയല്ല. ഒരു വണ്ടിക്ക് നേരത്തെ 30,000 20,000 പൈസ ഉണ്ടെങ്കിൽ ഫൈനാൻസ് അറിയുമായിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പൈസ ഉണ്ടെങ്കിലേ ഫൈനാൻസ് ഒരു വണ്ടിയുടെ അടഞ്ഞു പോകുള്ളൂ. അത്രയും ബാധ്യതയിലാണ് ഈ പ്രസ്ഥാനം ഓടുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു കളക്ഷൻ കുറവ് വരിക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് മേഖല തകരും. നൂറുകണക്കിന് തൊഴിലാളികളും ഉടമകളും അനുബന്ധ ജീവനക്കാരും പെരുവഴിയിലാകും. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ഹൈറേഞ്ചിലെ സ്വകാര്യ ബസ് മേഖലയാണ് കൂടുതൽ തകർന്നത്. സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തേണ്ടി വരുമെന്നും ബസ് ഓപ്പറേറ്റീവ്സ് അസോസിയേഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ബസ് ഓപ്പറേറ്റീവ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KM തോമസ്, സെക്രട്ടറി ഷാജി മാത്യു, ടോമി ജോസഫ്, സിബി ജോസഫ്, തോമസ് ജോസഫ്, രാജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.